പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വലിയ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. തീർച്ചയായും ഈ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കും കോതമംഗലത്തെ ജനങ്ങൾക്കും സമർപ്പിക്കുക. ഇത്ര റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലീഡ് തന്നെയാണോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ? യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നല്ല ലീഡാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷം കോതമംഗലത്ത് നേടും. സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF തരംഗമാണ്. തീർച്ചയായും UDFന്റെ വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. 100 സീറ്റിൽ മുകളിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു. ജനങ്ങളെ ചേർത്ത് നിർത്തിയ വലിയ പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വലിയ നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. തീർച്ചയായും ഈ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കും കോതമംഗലത്തെ ജനങ്ങൾക്കും സമർപ്പിക്കുക. ഇത്ര റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലീഡ് തന്നെയാണോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ? യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നല്ല ലീഡാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷം കോതമംഗലത്ത് നേടും. സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF തരംഗമാണ്. തീർച്ചയായും UDFന്റെ വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. 100 സീറ്റിൽ മുകളിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു. എന്തായിരിക്കും ഒരു വർഷത്തിന്റെ ഒരു ട്രെൻഡ്? ഒരു 6000 വോട്ടിനെങ്കിലും മുനിസിപ്പൽ എല്ലാ മേഖലകളിലും നമ്മൾ സംസ്ഥാനമായിട്ട് ഒരു ഭൂരിപക്ഷം ലീഡിലേക്ക് എത്താൻ സാധിക്കും. നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച്, നമ്മുടെ കണക്കൂട്ടിനനുസരിച്ചാണ് ഇപ്പോൾ ഓരോ പഞ്ചായത്തും എണ്ണുമ്പോൾ കൃത്യമായി ഭൂരിപക്ഷം കാണാൻ കഴിയും. കാണാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അടിയൊഴുക്കുകളോ മറ്റോ എല്ലാ വിഭാഗം ജനങ്ങളും UDFനെ പിന്തുണച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി കോതമംഗലത്തെ ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ, വലിയ ഇടപെടലുകൾ, അത് ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഉജ്ജ്വല വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും